സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന കവലപ്രസംഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അതിനു വേണ്ടതെല്ലാം ചെയ്യുമെന്ന ഉറപ്പ് നൽകാത്ത പാർട്ടിക്കാർ ഇല്ല എന്ന് തന്നെ പറയാം. അതെല്ലാം ഇലക്ഷന് മുൻപുള്ള പാർട്ടിക്കാരുടെ വെറും വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങാറാണ് പതിവ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വാഗ്ദാനങ്ങളെല്ലാം വാക്കാൽ ഒതുക്കാത്ത ഒരു സർക്കാരാണ് നമുക്കുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളെ പ്രതിരോധിക്കണമെന്നും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മാത്രമല്ല, മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വനിതാ ദിനത്തിന്റെ പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങളുമായി സംവദിക്കവേ അദ്ദേഹം പ്രതികരിച്ചത്. ഇതിന്റെയൊക്കെ ആകെത്തുകയാണ് കേരളത്തിൽ തൊഴിൽ മേഖലയിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിച്ചതായി വന്ന കേന്ദ്ര പഠന റിപ്പോർട്ട്. 2023-24 സാമ്പത്തിക വർഷം 36.4% സ്ത്രീ പങ്കാളിത്തം ഉയർന്നത്. സംസ്ഥാനത്തെ ആകെ തൊഴിൽ ശക്തി 16% വർദ്ധിച്ച് 1.51 കോടിയായെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ തൊഴിൽ മേഖലയ്ക്കെതിരെ പലതരത്തിൽ വ്യാജ പ്രചാരണങ്ങൾ നടക്കുമ്പോഴാണ് PLF സർവേ റിപ്പോർട്ട് പുറത്തു വന്നത്. 2020-21 1.30 കോടിയായിരുന്ന സംസ്ഥാനത്തെ മൊത്തം തൊഴിൽ ശക്തി 2023-24 1.51 കോടിയായി വർദ്ധിച്ചുവെന്നും 3 വർഷത്തെ കാലയളവിൽ 16%-ലധികം വർധനയുണ്ടായെന്നും സർവേ കണക്കാക്കുന്നു. സംസ്ഥാനത്തെ തൊഴിൽ മേഖലയിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിച്ചെന്നുമാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിൽ 2020-21 32.3% സ്ത്രീ പങ്കാളിത്തമെങ്കിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ അത് 36.4% ഉയർന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ ദി പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിലാണ് കണ്ടെത്തൽ. സ്വയം തൊഴിൽ, സ്ഥിരം തൊഴിൽ, കരാർ ജോലി എന്നിങ്ങനെ തരം തിരിച്ചാണ് പഠനം. കേരളത്തിൽ ഭൂരിഭാഗവും സ്ഥിര തൊഴിലാളികളാണ് എങ്കിൽ ദേശീയ തലത്തിൽ ഇത് കൃഷി അധിഷ്ഠിത സ്വയം തൊഴിലുകളാണ്. സംഘടിത മേഖലയിലെ തൊഴിലെണ്ണം കണക്കാക്കുമ്പോൾ പൊതുമേഖലയിൽ 1,04,473 സ്വകാര്യ മേഖലയിൽ 3,56,415 സ്ത്രീ തൊഴിലാളികളുണ്ട്. മുൻ വർഷത്തേക്കാൾ 1,54,217 തൊഴിലാളികളുടെ വർധനവാണ് ഉണ്ടായത്. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രം 1,05,002 വിവര സാങ്കേതിക മേഖലയിൽ 60,250 സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. സൈബർ പാർക്ക്, ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് എന്നിവിടങ്ങളിലെ മാത്രം കണക്കാണിത്. സ്റ്റാർട്ടപ്പ് മിഷൻ വഴി തൊഴിൽ ലഭിച്ച 60,000 പേരിൽ 22,400 പേർ സ്ത്രീകളാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പുതുതായി രജിസ്റ്റർ ചെയ്ത 3 ലക്ഷത്തിലധികം സംരംഭങ്ങളിൽ 93,000 എണ്ണം, അതായത് 31% വനിതാ സംരംഭകരുടെ ഉടമസ്ഥതയിലായിരുന്നുവെന്നും കണക്കുകൾ പറയുന്നു. ഇതൊന്നും കേരളം സ്വയം ഉണ്ടാക്കി പറയുന്നതല്ല കേട്ടോ, കേന്ദ്ര ഗവൺമെന്റ് നൽകിയ റിപ്പോർട്ടിലുള്ളതാണ്. ഈ സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും കോൺഗ്രസുകാരുടേത് പോലെ PR വർക്കുകൾ ഇല്ല എന്നുകൂടി മനസ്സിലാക്കണം. ജനങ്ങളാണ് ഇടതു സർക്കാരിന്റെ നീതിപീഠം. അവർക്ക് മുൻപിൽ കള്ളമായ ഒരു കാര്യവും സർക്കാർ ചെയ്യില്ല. മറ്റുള്ളവരെ പോലെ കേവലം വോട്ട് പിടിക്കാൻ വേണ്ടി അല്ല ഇടതു സർക്കാർ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് സാരം.